കാലത്ത് തന്നെ അപ്പൊ നമ്മുടെ വീട്ടിലെ കുരിപ്പിനെ കൊണ്ട് ഡോക്ടറെ പോണ പോക്കാ. ഞായറാഴ്ച ഇപ്പൊ പൂച്ചക്കുട്ടീനെ കൊണ്ട് പോണേ. അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ കുറച്ച് ലേറ്റ് ആവുന്നത്. അത് കാരണം നമുക്ക് തീരെ ക്ഷമില്ലാത്ത നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടായി. ഈ കുരിപ്പിന്റെ ഇപ്പൊ കയ്യും മറ്റും ചെവിയുടെ ഇവിടുത്തെ രോമമുള കാരണം നമ്മൾ കാണിക്കാൻ വന്നേക്കണേ. വീട്ടിലെത്തി അങ്ങനെ കുളിയും പരിപാടി കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് മാറി ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അതിന് പോണ പോക്കാ. ചേച്ചിനെ കൊണ്ട് പോണേ. ഇപ്പൊ എപ്പൊ പോകുമ്പോൾ ഈ സാമാനം നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവാറില്ല. എൻഗേജ്മെന്റ് അപ്പൊ മറ്റാരില്ല, നമ്മുടെ റിലേറ്റീവിന്റെ തന്നെയാ. അവിടെ എത്തി ഫുഡ് അടിയിലെ പരിപാടി തുടങ്ങി നമ്മൾ വരിയിലിരുന്നുണ്ടായി. അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു. വരുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിലെത്തി വീടിന്റെ വാതിൽ തുറന്നാക്കി കുരിപ്പ് പുറത്ത് ചാടിയിട്ടാ. വെയിലക്കാരപ്പോ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങണ്ടേ, ഒരു ഷർട്ട് മാറാണ്ട്. അപ്പൊ അതിന് പോണ പോക്കാ. അവിടെ നിന്നാണ് ഷർട്ടൊക്കെ മാറി നമ്മൾ അടുത്ത പരിപാടി പിടിക്കാന്ന് വിചാരിച്ചു. ഒറ്റ മൈൻഡിലപ്പോ നമ്മൾ വിചാരിച്ച് നേരെ കുതിരാന്റെ പഴയ അമ്പലത്തേക്ക് പോകാന്ന്. പോണ വഴിക്കപ്പോ നമ്മുടെ ട്രെൻഡിങ് ആയ മറ്റേ അക്വാഡക്റ്റിന്റെ അവിടേക്ക് എത്തി നമ്മള്. സംഭവം ഇപ്പൊ കുറച്ച് ഡേഞ്ചറായി കാരണം പോലീസുകാരതൊക്കെ വന്ന് അടച്ചോട്ടപ്പോ. അവിടെ നിന്ന് നേരെ പടച്ചു അമ്പലത്തേക്ക്. ഹൈവേന്ന് കയറിയിട്ട് പോണ വഴിയൊക്കെ അടിപൊളിയായിട്ടാ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളുടെ മുകളിലേക്ക് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ നിന്ന് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ ഹൈവേയിൽ ചായക്കട കണ്ടപ്പോൾ നിർത്തിയിട്ടുണ്ടായി. അവിടെ നിന്ന് ചായയും പഴംപൊരിയും ബജിയും കഴിച്ച് നമ്മൾ നേരെ വിട്ടുവിട്ടാ. തിരിച്ചു പോകുമ്പോൾ അഭി പറഞ്ഞ ഹൈലൈറ്റ് മാളിൽ പരിപാടി നടക്കണ്ടെന്ന്. എന്നാ പിന്നെ അത് കണ്ടിട്ട് പോകാന്നാണ് വെച്ചു.